ഒരു ആത്മീയ നവോത്ഥാനം ഈ തലമുറയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ദൈവിക വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്ന ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചു വന്നത്. ഒരു വ്യക്തിയോ ഒരു പ്രാദേശിക ദൈവസഭയോ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ സമർപ്പിച്ചു കൊടുത്താൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം ദർശനമോ ദൈവ നിയോഗമില്ലാതെ ആലയത്തിൻ്റെ 4 ചുവരിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദാവീദിൻ്റെയോ മോശയുടെയോ ശലോമോൻ്റെയോ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു എതിർപ്പും പൈശാചിക ലോകത്തിനുണ്ടാകത്തില്ല. എന്നാൽ ഏതൊക്കെ സമയത്ത് ദൈവാത്മ നിയോഗത്തോടെ ഒരു വ്യക്തിയോ ഒരു പ്രാദേശിക സഭയോ ദൈവമഹത്വത്തിനുവേണ്ടി നിലകൊള്ളുവാൻ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ എതിർപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഉയർത്തപ്പെടുവാനോ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ദൈവസഭ പണിയപ്പെടുന്നതോ പിശാച് ഇഷ്ടപ്പെടുന്നില്ല. പൈശാചിക തന്ത്രങ്ങളെ അല്ലെ പൈശാചികൻ്റെ ഇഷ്ടങ്ങളെ ജയിച്ചുകൊണ്ട് ഒരു ദൈവിക മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിച്ചു എന്നതുപോലെ തന്നെ നാമും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കേണ്ടിയിരിക്കുന്നു. ദൈവസഭയുടെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ യേശുക്രിസ്തു എന്ന തലയോളം വളർത്തുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ദൈവശബ്ദം കേട്ട് ശുശ്രൂഷിച്ചതുപോലെ തന്നെ നാമും ദൈവശബ്ദത്തിനൊത്തോണം ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയൊരു തലമുറ ഈ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്നുള്ള ഒരു ദൈവിക വിശ്വാസത്തോടെ ദൈവം എനിക്ക് തന്ന വചന സന്ദേശത്തിലേക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥനയോടെ പ്രവേശിക്കട്ടെ. ദർശനപ്രകാരം അധ്വാനിക്കുമ്പോൾ ഈ ലോകത്തിന് ദൈവമായിരിക്കുന്ന സാത്താൻ വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അവൻ തീയമ്പുകൾ നമുക്കെതിരെ തൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ വിശ്വാസത്തിൻ്റെ പരിചയാൽ നമുക്കതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയും. ദർശനപ്രകാരം പോരാടുന്ന നമുക്ക് തന്നെയായിരിക്കും എപ്പോഴും വിജയം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത്. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ സുവിശേഷത്തിനുവേണ്ടി ഏറെ അധ്വാനിച്ച അപ്പോസ്തലനായ പൗലോസിന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും സാഹചര്യമായിട്ടുണ്ട്. അതുപോലെയുള്ള നിമിഷങ്ങളിൽ കൂടി അപ്പോസ്തലനായ പൗലോസും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും പൗലോസ് മരണത്തെ ഭയപ്പെട്ടില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതികൂലങ്ങൾ പൗലോസ് അപ്പോസ്തലനെതിരെ ഉയർന്നെങ്കിലും യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ താൻ എപ്പോഴും ജയാളിയായിരുന്നു. തനിക്കുണ്ടായ കഷ്ടങ്ങളെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും കാരണമായി. ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ ദൈവാത്മാവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ കൂടെ, അദ്ദേഹത്തിൻ്റെ ആത്മീക ശുശ്രൂഷയിൽ കൂടെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. സുവിശേഷ നിമിത്തം തടവിലാക്കപ്പെട്ട പൗലോസിനെ ഒരു കച്ചവട കപ്പലിൽ ശതാധിപനായിരുന്ന യൂലിയോസിൻ്റെ നേതൃത്വത്തിൽ റോമയിലേക്ക് അയച്ചു. ആ കപ്പലിൽ ആകെ 276 പേരുണ്ടായിരുന്നു. ശുഭതുറമുഖം എന്ന പേരുള്ള സ്ഥലത്ത് അവർ ഏതാനും ദിവസം വിശ്രമിച്ചു. അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസിന് ഒരു പ്രത്യേക വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് എന്തായിരുന്നു? തങ്ങൾ യാത്ര ചെയ്യുന്ന കപ്പൽ ഒരു അപകടത്തിൽ പെടുമെന്നുള്ളതായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തനിക്കുണ്ടായ അനുഭവം കപ്പലുടമസ്ഥനെയും മാലൂമിയെയും മറ്റുള്ളവരെയൊക്കെ അറിയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അവിടെ വലിയ പ്രാധാന്യമൊന്നും അവർ നൽകിയില്ല. ആ കപ്പൽ യാത്ര പുറപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ എന്നൊരു കൊടുങ്കാറ്റ് ആ കപ്പലിനെതിരായി ആഞ്ഞടിച്ചു. കപ്പൽ നിയന്ത്രണം വിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ദിവസങ്ങളോളം ആ കടലിൽ അലഞ്ഞിരിഞ്ഞു. രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും ആ കപ്പൽ യാത്രക്കാർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു രാത്രിയിൽ അവർ യാത്ര പുറപ്പെടുന്നതിൻ്റെ 13-ാം രാത്രിയിൽ ഒരു ദൈവദൂതൻ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പൗലോസിനോട്, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിലും നിൽക്കേണ്ടതാവുന്നു എന്ന് ദൂതൻ അപ്പോസ്തലനായ പൗലോസിനോട് പറയുക. കാറ്റും കോളും ഉയർത്തി ആ പടകിനെ നശിപ്പിക്കാൻ തക്കോണം ഈ ലോകത്തിന് ദൈവമായിരിക്കുന്ന സാത്താൻ ആ കപ്പലിനെ ആക്രമിക്കുകയായിരുന്നു. പൗലോസിനെ ഭയത്തിനടിമപ്പെടുത്തി ദർശനത്തിൽ നിന്നും അകറ്റുവാനാണ് സാത്താൻ ശ്രമിച്ചത്. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പൗലോസിനെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി. സ്വർഗീയ ദർശനത്തെ പൂർണ്ണമായി അനുസരിച്ചിറങ്ങിയ അപ്പോസ്തലനായ പൗലോസിനെ പരാജയപ്പെടുത്തുവാൻ, ഭയപ്പെടുത്തുവാൻ തക്കുന്ന സാഹചര്യങ്ങളെതിരായി മാറിയെങ്കിലും ദൈവം തൻ്റെ ദൂതനെ അയച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനായി തീർന്നു. എന്നതുപോലെ തന്നെ നമ്മളും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുമ്പോൾ പലവിധമായ സാഹചര്യങ്ങൾ നമുക്കെതിരെ കടന്നു വരും. എന്നാൽ ആ സാഹചര്യത്തിലെല്ലാം നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവിക ഇടപെടൽ നമുക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം സഹിഷ്ണുതയോടെ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്.
ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച കപ്പൽ തകർന്നെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ആർക്കും ഒരു ദോഷവും സംഭവിച്ചില്ല. എല്ലാവരും ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നായിരുന്നു. ദ്വീപുകാർ അസാധാരണമായ ദയ കാണിച്ച മഴയും ശീതവും നിമിത്തം കടലിൽ നിന്നും കയറി വരുന്ന പൗലോസിനെയും സംഘത്തെയും അവർ തീ കൂട്ടി എതിരേറ്റു എന്ന് തിരുവെഴുത്ത് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസും കുറേ വിറകും പെറുക്കി ആ തീക്കുണ്ടത്തിലേക്ക് ഇട്ടു. ഉടനെ ചൂട് നിമിത്തമായി ഒരു അണലി പുറത്തു വരികയാണ്. ഇവിടെ ആരാണ് തീ കത്തിച്ചത്? ബർബരന്മാരാണ്. തീക്ക് സ്വാഭാവികമായി ചൂടുണ്ടായിരിക്കും. പക്ഷെ ആ ചൂടിൽ അണലി പുറത്തു വന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അഭിഷേകമുള്ള സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാത്ത ആ പൗലോസ് കുറേ പേർക്ക് പെറുക്കിയെടുത്ത് തീയിലിട്ടപ്പോൾ തിരുവെഴുത്ത് പറഞ്ഞു, ചൂട് നിമിത്തമായി ഒരണലി പുറപ്പെട്ടു വന്ന് അവൻ്റെ കൈക്ക് ചുറ്റി. ഇത് കണ്ട ദ്വീപുകാർ, ഈ മനുഷ്യനൊരു കൊലപാതകം തന്നെ, സംശയമില്ല, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസിനെതിരെ അവർ സംസാരിക്കുക. അവൻ്റെ ശരീരം വീർക്കുകയോ പെട്ടെന്ന് മരിച്ചു വീഴുമെന്നോ വിചാരിച്ച് അവർ കാത്തിരുന്നെങ്കിലും പൗലോസിനൊരു ദോഷവും സംഭവിച്ചില്ല. ഈ അണലിയുടെ വിഷബാധയേറ്റ അനേകർ അങ്ങനെ മരിച്ചു വീണത് അവർ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വീർക്കുകയോ പെട്ടെന്ന് താൻ താഴെ വീണ് മരിക്കുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് അവർ നിന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷയാകെപ്പാടെ തെറ്റി. അവർ പ്രതീക്ഷിച്ച പോലെ അല്ല നടന്നത്. കരത്തിൽ തൂങ്ങിയ അണലിയ പൗലോസ് ആ തീയിലേക്ക് തന്നെ കുടഞ്ഞിട്ടു. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നുവെന്ന് യേശുക്രിസ്തുവിനാലും നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു എന്ന് ദൈവദൂതനാലും വാഗ്ദത്തം പ്രാപിച്ചിരുന്ന പൗലോസ് ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നുപോയില്ല. ദർശനപ്രകാരം മുന്നേറുന്ന പൗലോസിനെതിരായി ഉയരാവുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ജയിപ്പാൻ തക്കമുള്ള ദൈവകൃപയും ദൈവം അദ്ദേഹത്തിന് മേൽ പകർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദൈവകൃപ അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദൈവകൃപ ദൈവം പകർന്നിട്ടുണ്ട്. നാം ദൈവാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവം നമ്മോട് സംസാരിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. യാത്ര പുറപ്പെടും മുമ്പ് ആ കപ്പലിന് വരാവുന്ന അപകടത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് ലഭിച്ചുവല്ലോ. സുവിശേഷം അതുവരെ എത്തിയിട്ടില്ലാത്ത മെലീത്ത എന്ന പേരുള്ള ദ്വീപിൽ യാദൃച്ഛികമായ ഒരു അഭിഷേകത്തിനെത്തിയപ്പോൾ ഉഗ്രകോപം കൊണ്ട സാത്താൻ ഒരണലിയെ അവനെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വീഴ്ത്തിക്കളയുവാൻ പാമ്പിനെ ഉപയോഗിച്ച അതേ സാത്താൻ തന്നെ ഇവിടെ മെലീത്ത ദ്വീപിൽ അഭിഷേകത്തിനെതിരായി അണലിയെ ഉപയോഗിക്കുകയാണ്. എന്നാൽ അണലി തൻ്റെ കരത്തിൽ തൂങ്ങിയപ്പോൾ അത് തൻ്റെ കുറവുകൊണ്ടാണെന്നോ ദൈവം തന്നെ ഈ കഷ്ടത്തെ കൂടെ കടത്തിവിട്ട് നിത്യജീവനായി ശുദ്ധീകരിക്കുകയാണെന്നോ അപ്പോസ്തലനായ പൗലോസ് ചിന്തിച്ചില്ല. ദൈവം എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നുവെന്നും ദൈവഹിതമില്ലാത്ത കഷ്ടതകൾ സാത്താന്യമാണെന്നും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പൗലോസിന് അറിയാമായിരുന്നു. മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജീവിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ ഒരു ദോഷവും വരുത്തുവാൻ മെലീത്ത ദ്വീപിൽ വ്യാപരിച്ച ദുഷ്ടശക്തിക്ക് കഴിഞ്ഞില്ല. അഭിഷേകത്തിന് മുമ്പിൽ സാത്താന്യ തന്ത്രം തകർന്നതോടുകൂടെ ദ്വീപിന്മേലുണ്ടായിരുന്ന ആധിപത്യവും സാത്താന് നഷ്ടമായി. ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജൈവത്തോടെ നടത്തുന്ന ദൈവം തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ ദ്വീപിൻ്റെ വാതിൽ, മെലീത്ത ദ്വീപിൻ്റെ വാതിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ മുമ്പിൽ തുറക്കുകയായിരുന്നു. തിരുവെഴുത്ത് പറഞ്ഞു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം അത് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ സാത്താൻ ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ച ശേഷം ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് സാത്താൻ പറയുന്നതായി ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം കാണാൻ കഴിയുന്നുണ്ട്. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച അന്നു മുതൽ ആദാമിന് ഭൂമിയുടെ മേലുള്ള അധികാരം നഷ്ടമാകുകയും അങ്ങനെ സകലതും പൈശാചിക ആധിപത്യത്തിന് കീഴിലാകുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് പിശാച് അങ്ങനെ പറയുന്നത്. ഭൂമിയുടെ മേലുള്ള ഈ സാത്താന്യ അധികാരവും അവയുടെ പ്രവർത്തനവും നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്നും രാജ്യങ്ങളുടെ മേലും ദ്വീപുകളുടെ മേലും ദുഷ്ടനായ സാത്താൻ ആധിപത്യം നടന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്താലും ദൈവത്തിൻ്റെ വചനത്താലും ഈ ആധിപത്യങ്ങൾ തകരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഒന്നാം മനുഷ്യനായിരുന്ന ആദാമിൻ്റെ അനുസരണക്കേടിനാൽ മനുഷ്യന് സകല നന്മകളും നഷ്ടമായി. മനുഷ്യവർഗത്തിന് നഷ്ടമായിരുന്ന നന്മകളെ തിരികെ പിടിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ ഏറ്റവും മേലായി ഉയർത്തി. സകല നാമത്തിന് മേലായ നാമവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് തന്നെ നൽകി. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം. പിതാവാം ദൈവം നൽകിയിരിക്കുന്ന ഈ അധികാരം യേശുക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമായിരിക്കുന്ന സഭയിൽ കൂടെയാണ് ലോകത്തിന് വെളിപ്പെട്ടു വരേണ്ടത്. മെലീത്ത ദ്വീപിൽ അഭിഷേകത്തിന് മുമ്പിൽ സാത്താന്യതന്ത്രം പരാജയപ്പെട്ടതോടുകൂടെ ആ ദ്വീപിൻ്റെ മേൽ ആദാമിൻ്റെ കാലം മുതലുണ്ടായിരുന്ന പൈശാചിക സ്വാധീനം അവന് നഷ്ടമാകുകയായിരുന്നു.
പൗലോസും സംഘവും മെലീത്ത ദ്വീപിൽ 3 മാസം പാർത്തു. മെലീത്ത ദ്വീപിൻ്റെ മേൽ ആദാമിൻ്റെ കാലം മുതൽ സാത്താൻ വെച്ചിരുന്ന പൈശാചികമായ നുകം ദൈവശക്തിയാൽ തകർക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തിയെ അനുഭവിച്ചറിയുകയും ചെയ്തു. പൗലോസിൽ കൂടെ മെലീത്തയിൽ വ്യാപരിച്ച ഈ ദൈവസാന്നിധ്യം ഈ തലമുറയിൽ ആത്മശക്തിയോടെ മുന്നേറുന്ന വ്യക്തികൾക്കും സഭകൾക്കും ലോകത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അണലി പൗലോസിൻ്റെ കയ്യിൽ ചുറ്റിയിട്ടും അവനൊരു ദോഷവും അദ്ദേഹത്തിനൊരു ദോഷവും സംഭവിക്കുന്നില്ലെന്ന് കണ്ട ദ്വീപുകാർ തങ്ങളുടെ മനസ്സ് മാറ്റി അവനൊരു ദേവനെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോസ്തലൻ ഒരു അസാധാരണ മനുഷ്യനാണെന്ന് അവർക്ക് ബോധ്യമായി. ഈ സംഭവം ദ്വീപ് പ്രമാണിയായിരുന്ന പുബ്ലിയോസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ദ്വീപ് പ്രമാണിയായിരുന്ന പുബ്ലിയോസ് പൗലോസിനെ സംഘത്തെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് 3 ദിവസം വളരെ ആദരവോടെ അതിഥി സൽക്കാരം ചെയ്യുകയാണ്. ഇതെല്ലാം ഈ 276 പേർക്കും ഈ ആദരവ് ലഭിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി നിമിത്തമാണ്. യാത്ര പുറപ്പെടും മുമ്പ് വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കന്ന് അപ്പോൾ കപ്പലുടമസ്ഥനോ മാലുമിയോ ഒരു പ്രാധാന്യവും നൽകിയില്ല. എന്നാൽ ഇവിടെ നോക്കി അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യൻ നിമിത്തമായി സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാത്ത ആ ഒരൊറ്റ മനുഷ്യൻ നിമിത്തമായിട്ട് ബാക്കിയുള്ള 275 പേർക്കും മാന്യത ലഭിക്കുക. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ നിൽക്കുന്നുവെങ്കിൽ നമുക്കെന്നും തകർച്ചയോ എന്നും അപമാനമോ എന്നും ഒറ്റപ്പെടുത്തലോ അല്ല, മാന്യതയുടെ സംവത്സരങ്ങളും ഉണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ദ്വീപ് പ്രമാണിയായിരുന്ന പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും ബാധിച്ച് മരണാസന്ന നിലയിൽ കിടക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അകത്ത് ചെന്ന് അവൻ്റെ മേൽ കരം വെച്ച് അവനോട് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സൗഖ്യമാകുന്ന ശക്തിയെ ആ ക്ഷണത്തിൽ തന്നെ പുബ്ലിയോസിൻ്റെ അപ്പൻ്റെ മേൽ പകർന്നു. അദ്ദേഹം സൗഖ്യമുള്ളവനായി തീർന്നു. ആദാമിൻ്റെ കാലഘട്ടം മുതൽ ആ ദേശത്തെ അടക്കി ഭരിച്ചിരുന്ന ദുരാത്മാ വ്യാപാരത്തെ അപ്പോസ്തലനായ പൗലോസ് ജയിച്ചത് നിമിത്തമായിട്ട് ആ ദേശത്ത് ദൈവിക വിടുതലും ആരംഭിക്കുകയായിരുന്നു ആ സൗഖ്യത്തിൽ കൂടെ. കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തിയെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അത് വെളിപ്പെടുത്തുവാൻ കഴിയാതെ ഇന്നത്തെ സഭ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ദേശത്ത് പൈശാചിക വ്യാപാരങ്ങൾ ബലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ദൈവിക മുന്നേറ്റം ഇന്നുള്ള ദൈവജനങ്ങൾക്കിടയിൽ സംഭവിക്കാത്തത്. അപ്പോസ്തലനായ പൗലോസ് ആ ദേശത്ത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗിയെ കർത്താവ് ക്ഷണത്തിൽ സൗഖ്യമാക്കി. അതുമാത്രമല്ല, ആ ദ്വീപിലുണ്ടായിരുന്ന അനേകർ ഈ സൗഖ്യത്തിൻ്റെ വാർത്ത അറിഞ്ഞ് തങ്ങളുടെ രോഗികളെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോസ്തലനായ പൗലോസ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവരെല്ലാം സൗഖ്യമാക്കി. സൗഖ്യത്തിൻ്റെ പെരുമഴയെ ദൈവം ആ ദ്വീപിൽ അയക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവും പൗലോസും ചേർന്നുകൊണ്ട് ആ ദ്വീപിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുകയായിരുന്നു. തലമുറകളായി സാത്താന്യ ശക്തികൾ കൊടികുത്തി വാണിരുന്ന മെലീത്തയിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കൊടി ഉയർത്തപ്പെട്ടു അപ്പോസ്തലനായ പൗലോസിൽ കൂടെ. അഭിഷേകത്തിൻ്റെ ശക്തി എവിടെ വ്യാപരിക്കുന്നുവോ അവിടെ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറിയോടും. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ഈ ലോകത്തിൽ വെളിപ്പെടേണ്ടത് ശരീരമായിരിക്കുന്ന സഭയിൽ കൂടെയാണ്. ഈ തലമുറയിലും അങ്ങനെ ഒരു ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3 മാസത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസും സംഘവും മെലീത്തയിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പണം, വസ്ത്രങ്ങൾ, ആഹാരപദാർത്ഥങ്ങൾ എന്നിവയെല്ലാം ആ ദ്വീപുകാർ കപ്പൽ കയറ്റി കൊടുക്കുക. ഒരു പ്രഭാതത്തിൽ സകലവും നഷ്ടപ്പെട്ട അഭയാർത്ഥികളെ പോലാണ് അവർ ദ്വീപിലെത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ആ ദ്വീപിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായതൊക്കെയും ആ ദ്വീപുകാർ കപ്പൽ കയറ്റി കൊടുക്കുക. എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണ് അവർ ആ ദ്വീപിലേക്ക് വന്നത്. എന്നാൽ ആ ദ്വീപിൽ നിന്നും അവർ യാത്ര പുറപ്പെടുന്ന നേരം അവരുടെ യാത്രയ്ക്ക് ആവശ്യമായതൊക്കെയും ആ ദ്വീപുകാർ കപ്പൽ കയറ്റി കൊടുക്കുകയാണ്. ഈ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാത്ത പൗലോസ് അപ്പോസ്തലൻ എന്ന പേരുള്ള ഒരുവൻ നിമിത്തമാണ് ഈ നന്മകളെല്ലാം അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന വ്യക്തികളും സഭകളും എന്നും ദാരിദ്ര്യത്തിൽ വസിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതിന് തോട്ടത്തിലായിരുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞത്, നിനക്ക് തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലവും തിന്നാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം. മനുഷ്യൻ ഇഷ്ടം പോലുള്ള ഭക്ഷിക്കുവാനുള്ള സമൃദ്ധി ഏതെനിലുണ്ടായിരുന്നു. രാവിലെ ഇത്ര മാത്രമേ കഴിക്കാവൂ, ഉച്ചയ്ക്ക് നീ ഇത്ര മാത്രമേ കഴിക്കാവൂ, വൈകുന്നേരത്ത് നീ അല്പമേ കഴിക്കാവൂ എന്നും ദൈവം പറഞ്ഞിരുന്നില്ല. ഇഷ്ടം പോലെ കഴിക്കാമെന്നാണ് ദൈവം ഏതെനിലായിരുന്ന മനുഷ്യനോട് പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ എപ്പോഴാണോ അനുസരണക്കേട് കാണിച്ചത് അപ്പോൾ മുതലാണ് മനുഷ്യനിൽ ദാരിദ്ര്യം വേട്ടയാടാൻ തുടങ്ങിയത്. ദാരിദ്ര്യം സാത്താന്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മുതലാണ് ദാരിദ്ര്യം അവനെ കീഴടക്കാൻ തുടങ്ങിയത്. എന്നാൽ പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും അഴിപ്പാൻ ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ ദാരിദ്ര്യത്തിൻ്റെ മേലും നമുക്ക് ജയമുണ്ട്. നമ്മുടെ അധ്വാന ഫലം സാത്താൻ ഇനിയും കവർന്നു കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് നമ്മൾ തന്നെ അനുഭവിക്കും.
നമ്മുടെ ആത്മീയ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ഭൗതിക വിഷയത്തിലും നമ്മുടെ കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം യേശു ക്രിസ്തുവാണ്. ക്രിസ്തുയേശുള്ള നിത്യജീവനാണ്. അത് നമുക്ക് ദാനമായി തന്ന ദൈവം നമ്മളെ ഭൗതിക വിഷയത്തിലും നമ്മുടെ ജീവിതയാത്രയിലേക്ക് ആവശ്യമായതൊക്കെയും കർത്താവ് കരുതിക്കൊള്ളും. സ്വർഗത്തിൽ അനുഗ്രഹത്തിൻ്റെ, ഭൗതിക അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഭൂമിയിലാണ് അത് നമുക്ക് വേണ്ടത്. സ്വർഗത്തിൽ നാം കർത്താവിനെ മുഖാമുഖമായി ആരാധിക്കുക. ആയതിനാൽ നാം ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷികളെപ്പോലെ ജീവിക്കേണ്ടതുണ്ട്. സഭകളുടെ പരാജയത്തിന് മറ്റൊരു കാരണമാണ് ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് പലരും ഉയർന്നപ്പോൾ തങ്ങളുടെ അനുഗ്രഹദാതാവിനെ അവർ മറന്നു കളഞ്ഞു. അതാണ് ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. എന്നാൽ ഭൗതിക സമൃദ്ധിയിലല്ല, കർത്താവിലെത്തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ആശ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ തന്നെ ആകട്ടെ. അങ്ങനെയുള്ളവർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. സകലതും ധാരാളമായി അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയരത്തിലെ ചിന്തയായിരിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിൻ്റെ സ്ഥാനപതികളാണ്. അവിടുത്തെ പത്രങ്ങളാണ്. നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായതൊക്കെയും അതാത് സമയത്ത് അവിടുന്ന് കരുതും. ഭൗതിക സമൃദ്ധിയിൽ ലക്ഷ്യം വയ്ക്കാത്തതും അതിൽ മയങ്ങിപ്പോകാത്തതുമായ ഒരു തലമുറയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ പ്രവാചക ശിഷ്യൻ, അവൻ്റെ കോടാലി നഷ്ടമായെങ്കിലും കർത്താവ് അവന് വേണ്ടി മാത്രമായി ഒരു അത്ഭുതം ചെയ്തു. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചിട്ടുള്ളത്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഉന്നതമായ ദർശനത്തോടെ ഈ പ്രവാചക ശിഷ്യൻ അധ്വാനിച്ചെങ്കിലും അവൻ്റെ കോടാലി ഊരി നദിയിൽ പോയി. എന്നാൽ കർത്താവ് അവനു വേണ്ടി മാത്രം അത്ഭുതം ചെയ്തു. ദൈവത്തിൽ നിന്നും ഉന്നത ദർശനത്തോടെ അധ്വാനിച്ചവർക്ക് വേണ്ടിയാണ് പ്രകൃതി നിയമങ്ങളെപ്പോലും ദൈവം തിരുത്തിയിട്ടുണ്ട്. ഇനിയും ദൈവം തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ശുദ്ധീകരണത്തോടും അനുസരണത്തോടും കൂടെ ദൈവം അവർക്കായി ഒരുക്കിയ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചതുപോലെ സഭ അതിൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ സ്വർഗീയ നഗരം ഒരുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുങ്ങേണ്ടത് ദൈവസഭയാണ്. ഉന്നത ദർശനം പ്രാപിച്ചവർ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്ത്യകാല ദൈവസഭയുടെ തൂണുകളാക്കി മാറ്റുന്നത്. ദർശനപ്രകാരം അധ്വാനിക്കുന്നവർ രംഗത്ത് വരുന്നതോടുകൂടെ ഇന്നുള്ള ഇടുക്കങ്ങൾ മാറുകയും ദൈവമഹത്വത്താൽ നിറയപ്പെട്ട ദൈവസഭ വിശിഷ്ട ഫലം കായ്ച്ച് പ്രിയനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് ഈ തലമുറയിൽ തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും. മരിച്ചുപോയ സകല വിശുദ്ധന്മാരും പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കും. ആയതിനാൽ ഒരു ഉന്നതമായ ദർശനത്തോടെ നമുക്ക് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. തുടർന്നുള്ള സന്ദേശങ്ങളും വളരെ പ്രാർത്ഥനയോടെ അത് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരാത്മീയ നവോത്ഥാനം ഈ തലമുറയിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ആമേൻ.